പാഠം 97. ആണുങ്ങൾ കഴിവ് തെളിയിക്കുന്നത് എങ്ങനെ? ഹലോ, അതെ, ആ പറയണേ. ഞാനത് മറക്കുവോ? മോഹനോട് പറഞ്ഞിട്ടില്ല. മോഹനോട് പറഞ്ഞ ചാടി കളിക്കാൻ വരും. അത് കുഴപ്പമില്ല, ഒക്കെ ഞാൻ സോൾവ് ചെയ്തോളാം. ശരി, അപ്പൊ മോഹനേട്ടാ, ഇന്ന് ഓഫീസിലൊന്നും പോകുന്നില്ലേ? സമയം എത്രയെന്നാ ധാരണ? അമ്മേ, നീ പത്രം കണ്ടോ? 13 വയസ്സായ ഒരു പെൺകുട്ടിയെ 3 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തു. ഇവനൊക്കെ വെടിവെച്ചു കൊല്ലണ്ടേ? അങ്ങനെ വെടിവെച്ചു കൊല്ലാൻ പറ്റുമോ? പിന്നെ ഈ നാട്ടിലൊരു നിയമമുണ്ട്. ബലാത്സംഗം ചെയ്തവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി വിചാരണ ചെയ്ത് ശിക്ഷിക്കണം. പക്ഷെ വെടിവെച്ചു കൊല്ലാനൊന്നും പറ്റില്ല. ബലാത്സംഗമാണെങ്കിൽ ജീവപര്യന്തം കഠിന തടവ്. ബലാത്സംഗത്തിനിടയിൽ മരണം സംഭവിച്ചാൽ തൂക്കുകയറ്. അതേ പറ്റൂ. കണ്ടോ, ഒരു വലിയ കാര്യം പറഞ്ഞു വന്നപ്പോ അവൾ തനി വക്കീലായി. എടീ, ഇത്തരം സാമൂഹ്യ ദ്രോഹികളെ പറ്റി സംസാരിക്കുമ്പോ നമ്മൾ ചിലപ്പോൾ വികാരം കൊണ്ടുവന്നിരിക്കും. അപ്പോ ഒരുമാതിരി സാധാരണ വക്കീലന്മാരെ പോലെ എന്റെ അടുത്ത് പെരുമാറരുത്. വക്കീല് പിന്നെ വില്ലേജ് ഓഫീസറുടെ സ്വഭാവം കാണിക്കുവോ? മോഹനേട്ടൻ പറഞ്ഞതുപോലെ കാര്യങ്ങളോട് നമ്മൾ വികാരഭരിതമായി പ്രതികരിക്കുന്നത് തന്നെയാണ് കുഴപ്പം. 13 വയസ്സുള്ളൊരു പെൺകുട്ടിയെന്നല്ല, ഒരു സ്ത്രീയെയും പീഡിപ്പിക്കാനോ ഉപദ്രവിക്കാനോ ആർക്കും അവകാശമില്ല. അത്തരക്കാരെ കൈകാര്യം ചെയ്യാനാണ് നമ്മുടെ നാട്ടിൽ നിയമം. അവിടെയാണല്ലോ കുഴപ്പം. ആ പിഞ്ചു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തവരുടെ ഭാഗം പറയാനും നിന്റെ വർഗത്തിൽ ആളുണ്ടാവുമല്ലോ. അങ്ങനെ എത്രമാത്രം ദ്രോഹികൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് ഇവനെ ഒന്നും അറസ്റ്റ് ചെയ്യാനോ കസ്റ്റഡിയിൽ എടുക്കാനോ കാത്തുവയ്ക്കരുത്. കിട്ടുന്നിടത്ത് വെച്ച് തട്ടിക്കളണം. എങ്കിലും പഠിക്കുവനൊക്കെ. നമ്മുടെ നാട്ടിലെ ബലാത്സംഗ വീരന്മാർ ഇതുകൊണ്ടൊക്കെ പഠിക്കുമെന്ന് കരുതരുത് മോഹനേട്ടാ. ഒരാളെ ശിക്ഷിച്ചാലോ കൊന്നാലോ പഠിക്കുമായിരുന്നെങ്കിൽ ഇത്തരം അസുഖങ്ങൾ എന്നേ നിന്നേനെ. സത്യത്തിൽ ഈ ബലാത്സംഗത്തിന് ഒരു മനഃശാസ്ത്രമുണ്ട്. പെണ്ണിനേക്കാൾ ശക്തനാണ് താനെന്ന ആണിന്റെ മുഷ്കാണ് ഇതിന് പിന്നിൽ. അത് മാറണമെങ്കിൽ ആണുങ്ങൾക്ക് വിവരമുണ്ടാവണം. ആണും പെണ്ണും തുല്യരാണെന്നും ആണുങ്ങളെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പെണ്ണുങ്ങളെ ബഹുമാനിക്കണമെന്നും ചിന്തയുണ്ടാവണം. എന്താ നോക്കി പഠിപ്പിക്കുന്നു? ആണുങ്ങളിൽ മഹാഭൂരിപക്ഷവും ഈ സുപ്പീരിയറിറ്റി കോംപ്ലക്സ് ഉള്ളവരാ. മോഹനേട്ടൻ അടക്കം. മോഹനേട്ടൻ ബലാത്സംഗത്തിന് പോകുന്നില്ലാന്നേ ഉള്ളൂ. പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാട്ടിലും താഴെയാണെന്നുള്ള ധാരണത്തിന് ഒരു മാറ്റവും ഇല്ല. നീ ആ പറഞ്ഞിട്ട് പോകുന്നത് വൃത്തിയാണ്. എനിക്ക് സ്ത്രീകളോട് ബഹുമാനമില്ലെന്ന് ആരാണ് പറഞ്ഞത്? ഞാൻ ഇന്നുവരെ ഏതെങ്കിലും സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നത് നീ കണ്ടിട്ടുണ്ടോ? എന്നോട് മോഹനേട്ടാ, ഭർത്താവ് എന്ന അധികാരം ഉപയോഗിച്ച് ഭാര്യ തന്നെക്കാൾ താഴെയാണെന്ന് കണക്കാക്കുന്നതും സത്യത്തിൽ സ്ത്രീപീഡനമാണ്. ഭർത്താവ് ഭർത്താവിന്റെ രീതിയിൽ പീഡിപ്പിക്കുന്നു. വഴിയിൽ കാണുന്ന ആഭാസന്മാർ അവരുടേതായ രീതിയിൽ പീഡിപ്പിക്കുന്നു. എങ്ങനെയായാലും പെണ്ണിന് പീഡനം മാത്രം ബാക്കി. നീ അങ്ങനെ പറയരുത്. ഞാൻ നിന്നെ പീഡിപ്പിക്കുകയല്ല. നിന്നേക്കാൾ ലോകപരിചയവും പ്രായവും വിദ്യാഭ്യാസമുള്ള ഒരാളാണ് ഞാൻ. അപ്പോ നിനക്ക് തെറ്റുകൾ പറ്റാതിരിക്കാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതനുസരിക്കണമെന്ന് പറയുന്നത് സ്നേഹം കൊണ്ടല്ലേ? ഇതാണ് അടുത്ത കുഴപ്പം. മോഹനേട്ടന് എന്നെക്കാട്ടിലും പ്രായമുണ്ടെന്നുള്ള കാര്യം സമ്മതിക്കാം. പക്ഷെ വിദ്യാഭ്യാസമോ? നമുക്ക് രണ്ടുപേർക്കും ഡിഗ്രിയുണ്ട്. എനിക്ക് നിയമത്തിൽ, മോഹനേട്ടന് കെമിസ്ട്രി. പിന്നെ ലോകവിവരത്തിന്റെ കാര്യം അതെന്തായാലും എനിക്ക് തന്നെയല്ലേ കൂടുതല്. മോഹനേട്ടൻ ഒരു വില്ലേജ് ഓഫീസിൽ മാത്രം ജോലി ചെയ്യുന്ന ആളാണ്. ഞാനും കോടതിയിൽ ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും വലിയൊരു ജീവിതാനുഭവം ഉണ്ടോ? അത് നിന്റെ തോന്നല. വില്ലേജ് ഓഫീസ് എന്താണ് എന്നറിയാത്തതിന്റെ കുഴപ്പം അല്ല. ഞാൻ നിയമം പഠിച്ചു. പഠിച്ച നിയമം ഉപയോഗിച്ച് ജോലി ചെയ്യുന്നു. മോഹനേട്ടൻ കെമിസ്ട്രി പഠിച്ചു. ജോലി വില്ലേജ് ഓഫീസറായിട്ട്. വില്ലേജ് ഓഫീസിൽ എന്ത് കെമിസ്ട്രി?
നമ്മൾ പറഞ്ഞു വന്ന വിഷയം മാറ്റം നീ നോക്കരുത്. നീ പറഞ്ഞതുപോലെ നാട്ടിലുള്ള സകല പീഡനങ്ങളും ആണുങ്ങളുടെ കോംപ്ലക്സ് കൊണ്ടാണ് എന്ന് പറയരുത്. പെണ്ണുങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. അതെന്ത് തെറ്റ്? നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളുടെ വസ്ത്രധാരണ അത് മഹാബോറ. ശരീരം മുഴുവൻ മറയ്ക്കാതെ ആണുങ്ങളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഉടുപ്പിട്ട് നടന്ന ആണുങ്ങൾ എന്ത് ചെയ്യും? നല്ല ഒന്നാന്തര ന്യായം. അതായത് ആണുങ്ങൾക്ക് പ്രകോപനമുണ്ടാകാത്ത വസ്ത്രം പെണ്ണുങ്ങളെ ധരിക്കണം, അല്ലേ? അതെ. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. നമ്മുടെ നാട്ടിലെ ഓരോ ആണുങ്ങൾക്കും അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പെണ്ണുങ്ങൾ എന്തു വസ്ത്രം ധരിക്കണമെന്ന് ആണുങ്ങൾ തീരുമാനിക്കുമെന്ന് പറയാൻ ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ആണുങ്ങൾ അവർക്കിഷ്ടമുള്ള വസ്ത്രമല്ലേ ധരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ട് പ്രകോപനമുണ്ടായി ഏതെങ്കിലും ഒരു പെണ്ണ് ഏതെങ്കിലും ഒരു ആണിനെ കയറി പിടിച്ചാൽ കേട്ടിട്ടുണ്ടോ? അപ്പോ ഞാൻ പറഞ്ഞത് മാത്രമാണ് മോഹനട്ട കാര്യം. ആണുങ്ങൾക്ക് പ്രകോപനമുണ്ടാകാം, സ്ത്രീകളെ പീഡിപ്പിക്കാം, പെണ്ണുങ്ങൾക്ക് പ്രകോപനം ഉണ്ടായിക്കൂടാ. മോഹനട്ട, പെണ്ണുങ്ങൾ അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതല്ല യഥാർത്ഥ കുറ്റം. ഏതെങ്കിലും ഒരു സ്ത്രീയെ കാണുമ്പോൾ ആണുങ്ങൾക്ക് വേണ്ടാത്ത തോന്നലുണ്ടാവുന്നതാണ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, തുണിയേ ഉടുക്കാറങ്ങി നടക്ക്. അതിനാണല്ലോ നിങ്ങൾ പെണ്ണുങ്ങൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. തുണി എടുക്കാതെ നടക്കാൻ പറ്റില്ല, അതറിഞ്ഞൂടാ. ഇന്ത്യൻ പീനൽ കോഡ് വായിക്കാത്തതിന്റെ കുഴപ്പം അത്. പബ്ലിക് ന്യൂസൻസ് ക്രിമിനൽ കുറ്റമാണ്. ഒന്നും അറിഞ്ഞൂടാ, നടക്കാണ്. അപ്പൊ ഈ ലോകത്ത് നടക്കുന്ന സകല കുഴപ്പങ്ങൾക്കും കാരണം ആണുങ്ങളാണോ? പെണ്ണുങ്ങളെല്ലാം ഡീസന്റ് എന്നല്ല മോഹനട്ട ഞാൻ പറഞ്ഞത്. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളിൽ കുഴപ്പക്കാർ ആണുങ്ങളാണ്. ഇത്തരം കേസുകളിൽ പെണ്ണുങ്ങളുടെ ഭാഗത്ത് ഒരു കുറ്റമേ ഞാൻ കാണുന്നുള്ളൂ. അതെന്താണാവോ? ഉപദ്രവിക്കാൻ വരുന്ന ഈ വായി നോക്കികളെ അവിടെ വെച്ച് കൈകാര്യം ചെയ്യാൻ പെൺകുട്ടികളെ പഠിച്ചാൽ ഈ പ്രശ്നം തീർന്നു. ചെറുപ്പത്തിലെ വല്ല കരാട്ടയോ കളരിയോ ഒക്കെ പഠിപ്പിക്കണം പെൺകുട്ടികളെ. ഏതെങ്കിലും ഒരുത്തൻ വേണ്ടാതിനം പറഞ്ഞ് അടുത്തുകൂടിയാൽ മൂക്കിന്റെ പാല പിടിച്ച് തീർക്കണം. അത്രയുള്ളൂ ഇതിന് പരിഹാരം. നാലാണുങ്ങൾ കടികിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ പഠിക്കും. നാണക്കേട് പേടിച്ച് പെൺപിള്ളാര് പ്രതികരിക്കില്ല എന്നുള്ളതാണ് ഇവന്മാരുടെയൊക്കെ ധൈര്യം. പക്ഷേ ഞാൻ പെൺകുട്ടികളോട് മാന്യമായി പെരുമാറുന്നത് അവരെ പേടിച്ചിട്ടൊന്നുമല്ല. ഞാനൊരു മാന്യനായതുകൊണ്ടാണ്. നിനക്കറിയാലോ, എന്റെ ആഫീസിൽ 2 സ്ത്രീകളുണ്ട്, ദ്രൗപദിയും സ്വയംപ്രഭയും. ഇതുവരെ അവരോട് ആരോടെങ്കിലും ഞാൻ മോശമായി പെരുമാറിയിട്ടുണ്ടോ? അവർക്കൊക്കെ എന്നോട് എന്ത് ബഹുമാനമാണെന്ന് അറിയാമോ? മോഹനേട്ടൻ മോശമായിട്ട് പെരുമാറാത്തത് കൊണ്ട് മാത്രം വലിയ ആളാവില്ല. മറ്റുള്ളവർ മോശമായിട്ട് പെരുമാറുമ്പോൾ അതിനെ എതിർക്കാൻ പഠിക്കണം. സഹായം ആവശ്യമുള്ള പെൺകുട്ടികളെ സഹായിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ആണുങ്ങൾക്ക് സമൂഹത്തിൽ ഒരു വിലയുണ്ടാവുന്നത്. ഈ കരവടച്ച് രസീത് കൊടുക്കാൻ ആരായാലും മതി. പക്ഷെ ഒരു തിന്മയെ എതിർത്ത് തോൽപ്പിക്കണമെങ്കിൽ ചങ്കൂറ്റം വേണം, ചങ്കൂറ്റം.